പതിവ് പോലെ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് സാവധാനം അടച്ച് ഒട്ടും നിർബന്ധിക്കാതെ, പക്ഷെ ബോധപൂർവം ഞാൻ കണ്ണുകൾ അടയ്ക്കുന്നു എന്നുള്ള ബോധത്തോടെ കണ്ണുകൾ അടയ്ക്കുക. ഇന്ന് ശ്വാസം എടുക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ വേണ്ട എനർജി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വളരെ ദീർഘമായ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് നമ്മുടെ മൂക്കിൽ കൂടി എടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ ലങ്സും കഴിഞ്ഞ് താഴേക്ക് പോയി നമ്മളുടെ പുക്കിൾ കൂടി വരെ അതിനെ വലിച്ചെടുക്കാമെന്ന് ശ്രദ്ധിക്കുക. അവിടെ അത് കുറച്ചു നേരം പിടിച്ചു വെച്ചതിന് ശേഷം ഇരട്ടി ശക്തിയിൽ വായിൽ കൂടെ ഈ ശ്വാസത്തെ പുറത്തേക്ക് വിടും. ഒരു 3 പ്രാവശ്യം നമുക്കിത് ആവർത്തിക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മാനസികാവസ്ഥ ഒരു സമനിലയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന്. കണ്ണടച്ച് തന്നെ ഇരിക്കൂ. ഇന്ന് നമ്മൾക്ക് അതിമനോഹരമായൊരു സമുദ്രത്തിനടുത്തേക്കാണ് പോകേണ്ടത്. വളരെ ആഴമുള്ള സമുദ്രം, പക്ഷേ അതിൻ്റെ ഉപരിതലത്തിൽ വളരെ നിശ്ചലമായിട്ട് തോന്നുന്നു. ചെറിയ ചെറിയ ഓളങ്ങൾ വളരെ വിശാലമായിട്ട് മുങ്ങി പൊങ്ങി താഴുന്നു. പക്ഷെ അതിൻ്റെ മനോഹാരിത നമ്മുടെ മനസ്സിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് കുളിർമ നൽകുകയാണ്, നമ്മുടെ ഓർമ്മകൾക്കും കുളിർമ നൽകുകയാണ്. അവിടേക്ക് പോകാൻ നമ്മുടെ മനസ്സ് തേങ്ങുകയാണ്. കാരണം അത്ര മനോഹരമാണ് ആ വെള്ളം. നീലയെന്നോ പച്ചയെന്നോ വെള്ളയെന്നോ തിരിച്ചറിയാൻ വയ്യ. സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ അടിക്കുന്നതനുസരിച്ച് ആ വെള്ളത്തിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മുകളിലുള്ള കാർമേഘത്തിൻ്റെയോ അല്ലെങ്കിൽ വെളുത്ത മേഘങ്ങളുടെയോ കളറിനെ അനുസരിച്ചും ആ വെള്ളത്തിൻ്റെ കളറുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ മനോഹാരിതയിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആ വെള്ളത്തിലാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 5 നിമിഷം നമ്മൾക്ക് എന്നും ഇരിക്കാൻ സാധിച്ചാൽ അന്നേ ദിവസത്തേക്കിന് വേണ്ട മുഴുവനായിട്ടുള്ള എനർജി നമ്മൾക്ക് കിട്ടിയിരിക്കും. എത്ര പ്രയാസകരമായ അവസ്ഥ വന്നാലും ഒരു നിമിഷം നമ്മളൊന്ന് നിശബ്ദരായി ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു എനർജി എവിടെ നിന്നോ വന്ന് ചേർന്നിട്ടുണ്ട്. മറ്റൊരിടത്തു നിന്നുമല്ല കേട്ടോ, പ്രകൃതിയിൽ നിന്ന് തന്നെ വന്നതാണ്. ആ കടൽ തീരത്ത് ആ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങളിരുന്നപ്പോൾ നിങ്ങളും പ്രകൃതിയും നിങ്ങളും സമുദ്രവും നിങ്ങളും ആ വെള്ളവും എല്ലാം ഒന്നാവുകയായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ എനർജി വന്നത്. ഒരു നിമിഷം നിശബ്ദമായപ്പോൾ നിങ്ങൾക്ക് ആ നിശബ്ദതയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയോ? എനിക്ക് പറ്റി കേട്ടോ. കാരണം ഇത്രയും നേരം നമ്മൾ ആ കടലിനെ നോക്കിയിരുന്ന ആ നിശബ്ദതയിൽ എൻ്റെ ചെവിയുടെ 2 ചുറ്റിലും നല്ലൊരു നിശബ്ദത വന്നിരുന്നു. ഞാനത് കേട്ടു. അതിമനോഹരമായ നിശബ്ദത. ഇന്ന് ആ നിശബ്ദത ഞാൻ നിങ്ങൾക്ക് നേരുന്നു. നമുക്ക് സാവധാനം കണ്ണു തുറക്കാം. ആ കടലിനെ നോക്കി, ഭാവനയിലായിരുന്നുവെങ്കിലും ആ കടലിനെ നോക്കി നമുക്കൊന്ന് നമസ്കരിക്കാം. കാരണം അത് തന്ന ശാന്തി ഇന്ന് നമ്മളുടെ ഒരു ദിവസത്തെ മുഴുവൻ ഊർജമാണ്. എല്ലാവരും കണ്ണു തുറന്നല്ലോ. ഇനിയും നിങ്ങൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് തുടങ്ങും. നിങ്ങൾ ഇന്നത്തെ ജീവിതം തുടങ്ങും ശാന്തതയോടെ, സൗമ്യതയോടെ. നാളെ നമുക്ക് കാണാൻ കേട്ടോ വീണ്ടും.